ഏറ്റവും ഫേവറേറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാണ്? രഞ്ജിനി ചേച്ചി. ആകാൻ എഴുതിയേക്കുന്ന വേറെന്തോ ആണ്. അതെ, ആരും എഴുതിയേക്കുന്ന പേരാരാ? It says you admire Pearly Mani as a contestant. It says you admire Pearly Mani as a contestant. I am Pearly Mani as a contestant. യെസ്, വെൽക്കം ബാക്ക്. നമസ്കാരം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നലെ ഹോട്ട്സ്റ്റാറിൽ വന്നു. അതിൽ നിന്ന് ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ഒരു പോർഷൻ എടുക്കാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം അതിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ജസ്റ്റ് എടുത്തത്. നമുക്കിതുപോലെ ക്ലിപ്സ് എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ അത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ തലേ ദിവസം 12 മണിക്ക് കണ്ടിട്ടുള്ള സാധനം അവരുടെ ക്ലിപ്പും കാര്യങ്ങളും എടുത്ത് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എന്നാലും കുറച്ച് ഇമേജസ് ഒക്കെ ഉൾപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഈ ഒരൊറ്റ ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാം. അതായത് ഒരു കണ്ടസ്റ്റൻ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള ജഡ്ജ് കണ്ടസ്റ്റൻ്റ് ആരാന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത് പേർളി മാണി ആണല്ലോ എന്ന്. പക്ഷേ ആ കുട്ടിക്ക് അപ്പോൾ ഒരു ക്ലൂ കിട്ടുന്നില്ല. എഴുതിയത് പേർളി മാണിയാണോ എന്ന് ക്ലൂ കിട്ടുന്നില്ല. മേ ബി ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് സംഭവിച്ചതായിരിക്കാം. അല്ലെങ്കിൽ കൺസിഡറിങ് ബിഗ് ബോസ് ആണ്, ഒരു സ്ക്രിപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടസ്റ്റന്റിനോട് സ്ക്രിപ്റ്റ് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഇവർ ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളിലൂടെ കോൺട്രവേഴ്സികളെ കൊണ്ടാണല്ലോ ഇതൊക്കെ എപ്പോഴും നമ്മൾ ആൾക്കാരുടെ ഒരു ചർച്ചയാവുന്നത്. ആ ഒരു കണ്ടീഷനിൽ അവർ ക്രിയേറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഈ കുട്ടി അതിൽ എഴുതിയത് പേർളി മാണി എന്ന് പറഞ്ഞു. കാരണം പ്രത്യേകിച്ച് റീസെൻ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാം ചർച്ച ചെയ്തത് പണ്ട് മുതലേ യു മേ ബി പേർളി മാണി ബട്ട് ഐ എം രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്രെൻഡിങ് റീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് റെഫറൻസ് എടുത്തിട്ടായിരിക്കണം ഈ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അഗ്നിപരീക്ഷ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് നിങ്ങളോട് പറയണം എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇത് കണ്ടിട്ടാണോ ഈ പരിപാടി മറ്റേ ഇന്നലത്തെ എപ്പിസോഡ് 1 ഹോട്ട്സ്റ്റാറിൽ കണ്ടതിന് ശേഷം എന്നോട് എന്നെ കേൾക്കുകയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങളുടെ കമൻറ്റ് ബോക്സ്, എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. റീസൺ എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് എനിക്ക് മോഡിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഇതുപോലെ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. എല്ലാവരും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ മജോറിറ്റി ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ദയവേത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ നേരെ പരിപാടികളിലേക്ക് കടക്കാം. ഇത് ഈ ടൈമിങ് ഭയങ്കര ഒരു വിഷയമാണ്. രാത്രി 1 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-1 മണിക്ക് ഇത് കഴിയുക, പിന്നെ അത് കഴിഞ്ഞ് റിവ്യൂ ചെയ്ത് കിടക്കാറുണ്ട്. എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ച് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ആരോഗ്യം, ജോലി, ഇതെല്ലാം കൂടി വിഷയമായതുകൊണ്ട്. പക്ഷെ എന്നാലും ഐ വിൽ ട്രൈ ടു ഡു മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെയോട് കൂടിയിട്ട് മിക്കവാറും ഈ ഒരു റിവ്യൂ ചെയ്യുക എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ പരിപാടികളിലേക്ക് കിടക്കാം. കുറച്ച് ഇമേജസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അത് എത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അറിയില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് വരുന്നത് ലോകത്തിൻ ഗതി അറിയാതെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടാണ്. വിജയ് യേശുദാസിൻ്റെ സൗണ്ടും ആ മ്യൂസിക്കും ആ ബീറ്റാണ് നമ്മുടെ മനസ്സിലേക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സമയത്ത് വരുന്നത്. അത് ഇപ്രാവശ്യം മിസ്സിങ് ആയിരുന്നു. മേ ബി അഗ്നിപരീക്ഷ എന്നുള്ളൊരു സംഭവമായിട്ട് അവർ കൂട്ടിക്കുഴക്കേണ്ട. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ച്വൽ ഷോസ് തുടങ്ങുന്നത് നെക്സ്റ്റ് മന്ത് 6-ാം തീയതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. 6-ാം തീയതി അല്ലേ? അപ്പോൾ അത് നമ്മൾ ആ ഒരു ഷോ തുടങ്ങുമ്പോഴേക്ക് ഇത് ആ ഒരു പാട്ടായിട്ട് വരാമെന്നുള്ള കണ്ടീഷനിലായിരിക്കാം ഒരു പക്ഷേ ഇരിക്കുന്നത്. എന്തായാലും അത് നമ്മൾ ബിഗ് ബോസിൻ്റെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഷോ മോശമെന്നൊക്കെ പറയണത് തോന്നുമായിരിക്കാം. ഇത് ഓരോരുത്തരുടെ താല്പര്യമുള്ളവർ കാണുക അല്ലേ, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ്. ഒരുപാട് പേര് ഈ ഒരു സമയമാവാൻ കാത്ത് നിൽക്കുന്നവരുണ്ട്. കാരണം അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. ബിഗ് ബോസ് തീരുന്നതോടുകൂടി അയ്യടാ ബിഗ് ബോസ് തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹൈലി ടോക്സിക് ഷോ ആണ്. അതിനിടയിൽ കൂടി ചില കാര്യങ്ങളും നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരുപാട് നിമിഷങ്ങളുള്ളതുകൊണ്ട് പല ആൾക്കാരും ഇത് എൻജോയ് ചെയ്ത് കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ടീമാണ് നമ്മുടെ ബിഗ് ബോസിന് നമ്മൾ കാണുന്ന ഒരു ഭാഗത്ത്. അതായത് മത്സരാർത്ഥികൾക്ക് എതിരായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർ റെനീഷ, റിയാസ്, പിന്നെ അഖിൽ മാരാർ, പിന്നെ രഞ്ജിനി ഫിയർലെസ്, അഖിൽ മാരാർ റഫ് ആൻഡ് ടഫ്, ഗെയിം ചേഞ്ചർ GC ഓൾവേസ്, പിന്നെ റെനീഷ. ഒരുവിധം നന്നായിട്ട് പെർഫോം ചെയ്തു എല്ലാവരും. കാരണം വെച്ചാൽ ഒരു സാധാരണ ഫസ്റ്റ് ഷോ ആണ്, ഫസ്റ്റ് ഡേ ആണ്. ഇത് ദിവസം പോകുന്തോറും അവരും തന്നെ ഇതിലേക്ക് അഡ്ജസ്റ്റ് ആയിട്ട് പോകും. കുറച്ച് കോൺട്രവേഴ്സീസും അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ അല്ല, കുറച്ച് ഡിസ്കഷൻ രീതിയിൽ വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായി. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിതിൽ എനിക്കെന്താ വെച്ചാൽ 3 പേരും 3 ടൈപ്പാണ് ഇതിൽ. പക്ഷെ എന്നാലും
രഞ്ജിനി പ്ലസ് റിയാസ് അവരൊരു ഭാഗത്തും അഖിൽ മാരാർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ച് എല്ലാവരും ഇഷ്ടമാണ് ഈ ഒരു കാര്യത്തിൽ, കാരണം ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക USP ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതലായിട്ട് നോക്കുന്നത് അഖിൽ മാരാരുടെ ആ ഒരു കൗണ്ടർ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് ഇതിലുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ അഖിൽ മാരാരെ ഞാൻ എൻ്റെ കാണുന്ന പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ബിഗ് ബോസ് മെറ്റീരിയലായിരുന്നു, ബിഗ് ബോസ് വിന്നർ എന്നുള്ള കണ്ടീഷനിലാണ് കാണുന്നത്. അയാളുടെ രാഷ്ട്രീയമോ അയാൾ പുറത്തു നിർത്തുന്ന സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ജഡ്ജ്മെൻറ്റിനെ ബാധിക്കുന്നില്ല. പക്ഷെ ഇതിൽ നമ്മൾ സംസാരിച്ച് പോകേണ്ടി വരും. പക്ഷെ എന്നാലും ജഡ്ജ്മെൻറ്റിനെ ബാധിക്കുന്നില്ല. പക്ഷേ ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് ഏത് കാലത്തെയും എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായിട്ട് എപ്പോഴും നിൽക്കുന്നത് അഖിൽ മാരാറാണ് ബിഗ് ബോസിൻ്റെ കേസിൽ. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിലൊരു റെഫറൻസ് ഉണ്ട്. ഒരു കണ്ടസ്റ്റൻ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻ്റ് അഖിൽ മാരാറാണ്, പക്ഷേ അഖിൽ മാരാരുടെ പൊളിറ്റിക്സിനോട് ബന്ധമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ കയറി വരുമെന്ന് ചോദിക്കുമ്പോൾ ഒരു പെണ്ണുണ്ട്. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 പേരും ജഡ്ജസ് അടിപൊളിയായിരുന്നു. ഇനി എവിടെ പോയി? അതാണ് സംഭവം. റെനീഷ, ഇനി ഓക്കെ ജഡ്ജിങ് പാനൽ. പിന്നെ ഫസ്റ്റ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെ ഒരു പെൻഡൻ്റ് ഉണ്ട്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാളിപ്പോകുന്നുള്ള അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ഇതിൻ്റെ ഒരു ഫോർമാറ്റ് മാറ്റിക്കൂടാ ഇല്ല കേട്ടോ. ഈ ഒരു പെൻഡൻ്റ് ഉണ്ട്. ഇവർ 3 പേരായിട്ട് ജഡ്ജസ് ഇവർ തിരിച്ചു. അതായത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു 3 ടീം, അതായത് അഖിൽ മാരാരുടെ ഇതാണ് ഫുൾ ടീം കേട്ടോ. ഇതാണ് കംപ്ലീറ്റ്, അതായത് ടോട്ടൽ സോറി ചാടി കടന്നിട്ട് എല്ലാം വിളിച്ച് പറഞ്ഞ പോലെ സോറി കേട്ടോ, ഒന്ന് റിവൈൻഡ് അടിക്കണം, ക്ഷമിക്കണം. 40 പേരാണ് ടോട്ടൽ. 30 പേര് കോമണേഴ്സ്, 5 പേര് വൈറ്റ് ഗോൾഡിൻ്റെ അവരുടെ വൈറ്റ് ഗോൾഡ് എന്താണ് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി, അടുത്തത് മൈജി ഫ്യൂച്ചർ ടീം. അങ്ങനെയാണ് 40 പേര്. ഇവരെല്ലാവരും കൂടി ഒരു ഇരുട്ട് പിടിച്ചിട്ടുള്ള ഒരു ഗോഡൗണിലേക്ക് ഇടുന്നു. അവിടേക്ക് റെനീഷ പോകുന്നു. റെനീഷ പോയതിന് ശേഷം ഇവർക്ക് ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ 40 പേരിൽ നിന്ന് കുറേ പൂട്ടുണ്ടല്ലോ, അവർ ലോക്ക് അവിടെ കൊളുത്തി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു ക്ലൂ ഉണ്ടായിരിക്കും. മുകളിൽ കുറേ താക്കോലും കൊളുത്തി വെച്ചിട്ടുണ്ട്. ഈ താക്കോൽ എടുക്കാൻ വേണ്ടി ഇവർ ഓടിപ്പോകുന്നു. താക്കോൽ എടുത്തിട്ട് ഈ ക്ലൂ മാച്ച് ആവുന്ന ആ കീ തുറക്കുന്ന 20 പേർക്കാണ് എൻട്രി. നിങ്ങൾ പ്രോമോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ 20 പേരെ എൻട്രി ആക്കി ബാക്കി 20 പേരെയും കൂടി ഇവർ അഡ്മിറ്റ് ചെയ്യും എന്നുള്ളത് ഷുവറാണ്. പക്ഷേ ഇനീഷ്യലി 20 പേരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഈ 20 പേര് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ ഇതിൽ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർക്കാരിയായിട്ടുള്ള ഹൗസ് വൈഫ്. നമ്മൾ ഇനീഷ്യലി ഇവരെ ആൾക്കാരുടെ പേരും കാര്യങ്ങളും അവരുടെ ജാതകവും ഡീറ്റെയിൽസൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയില്ല. പറഞ്ഞു പോകുന്ന സമയത്ത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇതിൻ്റെ പേര് പറയാൻ കാരണം വെച്ചാൽ ഈ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി ഹൗസ് വൈഫ് ആയിട്ടുള്ള ഒരു കുട്ടി തൃശ്ശൂരിൽ നിന്ന് വന്നത്. അവർക്ക് എന്താ വെച്ചാൽ പൂട്ട് തുറക്കുന്ന സമയത്ത് ചെറിയൊരു കശപിശ ഉണ്ടായി. കാരണം പൂട്ട് തുറക്കാൻ കിട്ടാത്തതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്നവർ കൊടുത്തു. ഇവനെ പരിചയമുള്ളതുകൊണ്ട് ഇവർ കൊടുത്തു. ഇവനത് തരാത്തൊരു വിഷയം വന്നു. പിന്നീട് ഈ കുട്ടിക്ക് തന്നെ കിട്ടി. ഈ കുട്ടിക്ക് തന്നെ എൻട്രി വന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ഇവർ 20 പേരും കൂടി ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആ ഒരു ടീമിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എവിടെ പോയി? നിങ്ങളിപ്പോൾ കാണുന്നത് എവിടേക്കോ പോയി. അതാണ് സംഭവം. നമ്മളിതൊക്കെ പാടെ പോയി. അതാ ഓക്കെ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സംഭവം, ഇതാണ് ഈ ഒരു ടീമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ പൂജയുടെ കാര്യം പറഞ്ഞു. പിന്നെ അവരവിടെ വന്നിരിക്കുന്നു. ജഡ്ജസ് നോർമൽ കണ്ടീഷനിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർക്ക് 3 പേരുടെ ഓരോ ജഡ്ജസിനും ഓരോ ടീമിനെ സെലക്ട് ചെയ്യാം. ടീമായിട്ടാണ് ഇനീഷ്യലി പോകുന്നത്. ഓരോ ടീം അവരുടെ ടീം ഏതാണെന്നുള്ളത് ചോദിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് വിളിക്കുന്നത്, ഞാൻ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, കണ്ടവർക്കറിയാം. ഈ ഒരു പെൺകുട്ടി ഇതിനെയാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. റിയാസാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒബ്വിയസ്ലി അവരുടെ ബ്രൗൺ കളറാണ്. ആ കളറിൻ്റെ പേരിൽ ഒരുപാട് എന്നെ മാറ്റി നിർത്തിയതാണ്. അപ്പോൾ ബിക്കോസ് അവരിപ്പോൾ ഇന്നൊരു പ്രൊഫഷണൽ മോഡലാണ്. ഋത്തിക് റോഷൻ്റെ കൂടി റാമ്പ് വാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ബേസിലാണ് ഈ ഒരു കുട്ടീനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പെൺകുട്ടി, ഇതാണ് ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസ്. ഇനി ഈ ഒരു കൈ പൊന്തിച്ചിട്ടുള്ള ആർ ജെ എന്ന് തോന്നുന്നുണ്ട്, തെറ്റെനിക്കറിയില്ല. അഖിൽ മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്തവർ, ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. സെലക്ട് ചെയ്യുന്ന സമയത്ത് റിയാസ് ചോദിക്കുന്നു അഖിൽ മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കുട്ടി നേരെ കൈവന്തിക്കുന്നു. ആ ആളെ ആണ് റിയാസിൻ്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അഖിൽ മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഇതേ കുട്ടിയോട് തന്നെ ചോദിക്കുന്നു നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് ബിഗ് ബോസിലിരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടം അഖിൽ മാരാരെ ആയിരുന്നു. അപ്പോൾ റിയാസ് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ, പിന്നെ നിനക്ക് അഖിൽ മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറയുന്നു, പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസിൽ? അപ്പോൾ റിയാസ് അവിടെ ഒരു മോളിൽ കിട്ടുന്നു എന്നുള്ള കണ്ടീഷനിൽ പറയാണ് പിന്നെ നിനക്ക് എങ്ങനെയാണ് അഖിൽ മാരാരെ ഇഷ്ടം? അപ്പോൾ പറഞ്ഞു എനിക്ക് പൊളിറ്റിക്സിൻ്റെ എനിക്ക് അഖിൽ മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ അഖിൽ മാരാരുടെ ഗെയിം ഇഷ്ടം ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ്. ഇത് പറയുന്ന ഉടനെ തന്നെ അഖിൽ മാരാരുടെ കൗണ്ടർ വരികയാണ്. അഖിൽ ഉടനെ പറയുകയാണ്
എൻ്റെ ബിഗ് ബോസിൽ എന്നെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ എൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടപ്പെട്ടോളന്നില്ല. കാരണം അതാണ് റിയാസിന് മനസ്സിലാവാതെ പോയത്. കാരണം എനിക്ക് ലാലേട്ടൻ്റെ അഭിനയം അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആക്ടർ ലാലേട്ടനാന്ന് വിചാരിച്ചിട്ട് ലാലേട്ടൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി പോയി എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന ചെറുതായിട്ടുള്ള രീതിയിലുള്ള പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ വന്നു. അതേമാതിരി റിയാസിന് ഇത് റീസെൻ്റ് ആവാൻ കാരണം ഇതിന് മുന്നേ ചോദിക്കുന്നു, റിയാസിൻ്റെ സീസണിൽ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ റിയാസിനെ അടിച്ചിരുത്തും എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്ത ഏത് കണ്ടസ്റ്റൻ്റാന്ന് ചോദിച്ചു. അങ്ങനെ ഏതൊരുത്തം വന്നു, അത് ഞാൻ മറക്കും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. ഓക്കെ, പിന്നെ രഞ്ജിനി ഫിയർലെസ് ആണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആൾക്കാരുടെ കാര്യങ്ങൾ ഇൻഡിവിജ്വൽ സംഭവങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പിന്നെ 3 പേരെയും കൂടി ഓരോ ടീമാക്കിയിട്ട് ഇവിടെ വെക്കുന്നു. എവിടെ പോയി ആ ടീം? ഒരു മിനിറ്റ്, സോറി, നമുക്ക് ആദ്യത്തെ ദിവസം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. 3 പേരും ഇങ്ങനെ ടീം ഇതാ ഇപ്പോൾ കാണുന്ന അഖിൽ മാരാരുടെ റഫ് ആൻഡ് ടഫ് ടീം. ഇതിലൊരു എനിക്ക് സംസാരത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. ആരെയും അങ്ങനെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പുള്ളി നല്ല കോമഡി ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ മാതിരി തോന്നി. ഇതല്ല, യഥാർത്ഥത്തിൽ സെലിബ്രിറ്റീസ് വരുന്ന സമയത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ ഒരു പവർ കൂടുക. പക്ഷേ ബിഗ് ബോസ് ആയിട്ടുള്ള ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് എൻജോയ് ചെയ്യുമെന്നുള്ള എനിക്കറിയാം. പിന്നെ ഇത് റിയാസിൻ്റെ ടീം, മൂന്നാമത്തെ രഞ്ജിനി ഹരിദാസിൻ്റെ ടീം. ഈ 3 പേരും കൂടി ആക്കുന്നു. അങ്ങനെ 2 ടീമിനെ മത്സരിപ്പിക്കുന്നു. അതായത് കപ്പ് ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പരിപാടി, ഈ കപ്പ് ഇങ്ങനെ വെക്കുന്നു. ഈ കപ്പ് ഇങ്ങനെ വെച്ചെന്ന് ലാസ്റ്റ് ഇവർ 3 പേരും വരുന്നു. അതിന് ഈ പെൺകുട്ടിയെ തട്ടിപ്പോകുന്നു. ലാസ്റ്റ് 2 പേരും ആവുന്നു. ഇവർ 2 പേരും അതിൽ നടുക്ക് നിൽക്കുന്ന ഈ പയ്യൻ, ഇവൻ എന്തോ കളർ ഇൻസ്ട്രക്ടറോ പേരൊക്കെ വിട്ടു, പ്രണവ് എന്നാണ് സംശയമുണ്ട്. ഇവനാണ് ഫസ്റ്റ്. ഇവൻ ജയിക്കുന്നതോടുകൂടി ഇവന് പെൻഡൻറ്റ് കിട്ടുന്നു. അങ്ങനെ ഒന്ന്. പിന്നെ രണ്ടാമത്തത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കുട്ടിയുടെ രഞ്ജിനി ഹരിദാസിൻ്റെ ആ ഒരു പേളിമാണി റെഫറൻസ്. പിന്നീട് ഇവർ തമ്മിലൊരു ഗെയിം വെക്കുന്നു. ഗെയിം വെച്ച് ബേസിസിൽ കുറച്ച് പേർക്ക് പെൻഡൻറ്റ് കിട്ടി അവിടെ ഇരുത്തുന്നു. ഈ ഒരു രീതിയിലാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടാക്കാൻ മറന്നുപോയിട്ടുണ്ട്. എന്തായാലും അങ്ങനത്തെ സംഭവം ഇതൊക്കെ തന്നെ കഥ. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പം ആദ്യം തന്നെ ഞാനൊരു അനിയൻ മിഥുനെ കണ്ടു. നിങ്ങൾ കണ്ടവരെ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ ആരുടെയും പേര് ഇനീഷ്യലിൽ എടുത്ത് പറയുന്നില്ല. ഒരു അനിയൻ മിഥുൻ്റെ ചെറിയൊരു അനിയൻ മിഥുനെ പറയുമ്പോൾ നമുക്കറിയാലോ, പഴയ കേസ് പട്ടണം. ഒരു അനിയൻ മിഥുൻ്റെ ചെറിയൊരു വേർഷൻ അവിടെ കണ്ടു തോന്നുന്നുണ്ട്. അത് പിടിച്ചു എന്നും തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. പിന്നെ ഒരുത്തണ്ട് കേട്ടോ, എൽദോ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ മുണ്ടെടുത്ത് നിൽക്കുന്നവൻ, ഇവൻ പെരുമ്പാവൂർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിച്ച വ്യക്തിയാണ്. കുറച്ച് നിലപാട് അവൻ പറഞ്ഞൊരു സാധനമുണ്ട്. ഇവനെ ചോദിക്കുന്ന സമയത്ത് ഇവനോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ അതായത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ചോദിക്കുന്ന സംഭവമാണ്. പല ആൾക്കാർ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഇമോഷണൽ വീക്ക്നെസ്. സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്, വീക്ക്നെസ് ഞാൻ മറ്റൊരാളെ വിശ്വസിക്കുന്നു, മറിച്ചവരെ വിശ്വസിക്കും, ഞാൻ ഇഷ്ടപ്പെടാതിരിക്കും, എനിക്ക് കരച്ചിൽ വരും, ഇതൊക്കെയാണ് സ്ഥിരം സാധനം. പക്ഷേ ഇവൻ്റെ സ്ട്രെങ്ത്ത് പറഞ്ഞാൽ നിലപാടുകളാണ്. എൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ നിലപാടുകളാണ്. ഇത് കാണിക്കുന്ന സമയത്ത് നേരെ അഖിൽമാരാരെ കാണിക്കുക. കാരണം നിലപാട് കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരാൾ പ്രശസ്തി ആർജിച്ച് പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അഖിൽമാരാരെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. വേറെ എന്തൊക്കെയാണ്? ഒരു ടാസ്ക് പോലും വേറെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. പിന്നെ ഒരു ആർമി ബ്രാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ അത്ലീറ്റാണ്, 5 ഗുസ്തി ചാമ്പ്യനോ. യെസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പരിപാടികൾ. ഇനിയും കുറച്ച് പേരും കൂടിയൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേ റിവ്യൂ. എങ്ങനെ പോയി എന്നുള്ളത് അറിയില്ല. ആദ്യത്തെ ദിവസമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഒരുപാട് സീസൺസ് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അഗ്നിപരീക്ഷ റിവ്യൂ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഈ മെയിൻ വിഷയം ടൈമിങ്ങിൻ്റെയാണ്. ഈ ടൈമിംഗ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അറിയില്ല. എന്തായാലും എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ഇത് പ്രകാരം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നെക്സ്റ്റ് വീണ്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളിലേക്ക് അടുത്ത സമയത്ത് നമ്മൾ ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു ചാനലിൽ ശ്രീജിത്ത് അൺകട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നമ്മൾ വരുന്ന വീഡിയോസ് കിട്ടും. നിങ്ങളെല്ലാവരും ബിഗ് ബോസിൻ്റെ സീസണിൽ എന്നെ അറിയപ്പെട്ടിരുന്ന ഗോപ്രോ മച്ചാൻ എന്നിട്ടുള്ള ചാനലിലാണ്. അത് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഗോപ്രോ മച്ചാൻ. അങ്ങനെ ചാനലിൻ്റെ പേര് വന്നു പോയതാണ്. അതിലിപ്രാവശ്യം നമ്മൾ ബിഗ് ബോസ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഗോപ്രോ മച്ചാൻ എന്നിട്ടുള്ള ചാനൽ മെയിനായിട്ടുള്ള മറ്റുള്ള റിയാക്ഷൻസും കൂടെ കൊണ്ടുപോകണം. കംപ്ലീറ്റ് നമ്മുടെ റിയാക്ഷൻ ലൈഫ് കംപ്ലീറ്റ് ബിഗ് ബോസ് ആയിട്ട് ഒതുങ്ങി പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളെ മെയിൻ ചാനൽ ഇപ്രാവശ്യം അത് പോകും. ശ്രീജിത്ത് അൺകട്ട്, ശ്രീജിത്ത് നമ്മുടെ പേര്, എൻ്റെ പേര്. അപ്പോൾ ശ്രീജിത്ത് അൺകട്ട് എന്നുള്ള ചാനലിലൂടെ ബിഗ് ബോസിൻ്റെ റിയാക്ഷൻസ് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം പോകുന്ന അറിയില്ല. നിങ്ങൾക്ക് തന്നെ ഇത് ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. കാരണം ഇന്ന് ഞാനൊരു ചാനലായിട്ട് വരും, നാളെ വേറെ ഒന്നായിട്ട് വരും, ചിലപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി വരും. ശരിയാവും മുന്നോട്ട് പോകുന്ന സമയത്ത്. ഓക്കെ, എന്താണ് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.